രാജ്യാന്തര അവയവ കച്ചവട മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ആന്ധ്രയിലും തെലങ്കാനയിലും കേസുകൾ രജിസ്റ്റർ ചെയ്യും. 5 വർഷം മുമ്പ് നടന്ന പ്രമാദമായ ഹൈദരാബാദ് മനുഷ്യക്കടത്ത് കേസിനും മലയാളി ബന്ധങ്ങളെന്ന സൂചന. അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബല്ലം രാമപ്രസാദ് ഗോണ്ടയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. രാജ്യാന്തര മനുഷ്യക്കടത്ത് സംഘത്തിന് കണ്ണികളുള്ള 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആന്ധ്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, തമിഴ്നാട്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് സംഘം സജീവമായിരുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നടന്ന അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്തിന്റെ വിവരങ്ങൾ ഓരോ സംസ്ഥാനത്തെയും പോലീസ് മേധാവിമാരെ കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഇഴകളും നെടുമ്പാശ്ശേരി കേസുമായി ബന്ധമുള്ള മുഖ്യ ആസൂത്രകരുമുള്ള ഹൈദരാബാദ് നഗരത്തിൽ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. ആന്ധ്രയിലും അവയവ കച്ചവടത്തിന് കേസ് രജിസ്റ്റർ ചെയ്യും. അറസ്റ്റിലായ വിജയവാഡ സ്വദേശി ബല്ലം രാമപ്രസാദ് ഗോണ്ടയ്ക്ക് ഹൈദരാബാദിൽ 5 വർഷം മുമ്പ് നടന്ന പ്രമാദമായ അവയവക്കടത്ത് കേസിലും പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കേസിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഹൈദരാബാദിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിലെത്തും. രാമപ്രസാദ് ഗോണ്ടയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ കേരള പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദ് പോലീസിനും കൈമാറും. വിവിധ സംസ്ഥാനങ്ങളിലായുള്ള അവയവക്കടത്ത് സംഘങ്ങളെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. പ്രത്യേകം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുമ്പോഴും വിവിധ അന്വേഷണ സംഘങ്ങൾ തമ്മിൽ ഏകോപനമുണ്ടാകും. സാബിത് നാസർ, സജിത് ശ്യാം എന്നിവരാണ് കേസിൽ അറസ്റ്റിലായ മറ്റ് 2 പേർ. ഇറാനിൽ കഴിയുന്നതായി കരുതുന്ന മധുവാണ് പ്രധാന ആസൂത്രകൻ. ജനം, കൊച്ചി.